തൻ നിത്യസ്നേഹത്താൽ നാഥ അന്തമില്ലാത്തൊരു ഭാഗ്യത്തെ എന്നേക്കുമായി നമുക്കു നൽകി. എത്ര മോദം നിൻ ജീവിതം ദൈവത്തിൻ്റെ പൈതലേ, കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെന്തു സന്തോഷം. നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെന്തു സന്തോഷം. നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെന്തു സന്തോഷം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതമിൽ ഇതുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആവശ്യമാർന്നതെല്ലാം ഇന്ന് പകൽക്കാലവും തന്നു പോറ്റി പുലർത്തിയല്ലോ. ഞങ്ങളുടെ വാഹനത്തിലും വഴിയിലും കൂടെയിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ സമസ്ത ഭാരങ്ങളുമായി പിന്നെയും കടന്നു വരിക കർത്താവേ. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ ആവലാദികളും പരാതികളും ഒക്കെ ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഉള്ളതുപോലെ കാണുന്നു, ഉള്ളതുപോലെ അറിയുന്നു. ഞങ്ങളുടെ ഭവനത്തെ അറിയുന്നവൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയുന്നവൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയുന്നവൻ എല്ലാം അവിടുന്ന് ആകിയാൽ സ്തോത്രം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ അപ്പാപ്പൻ്റെ പാദപീഠത്തിൽ ആരെല്ലാം വേദനയോടെ, ഭാരത്തോടെ, രോഗത്തോടെ, അസ്വസ്ഥതയോടെ കടന്നു വരുന്നുവോ അവർക്കൊക്കെയും വിടുതലും ആശ്വാസവും നൽകി സമാധാനത്തോടെ ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങനെ ഞങ്ങളെ കൈവിടാത്ത ദൈവമാണ്, ഉപേക്ഷിക്കാത്ത ദൈവമാണ്, ഞങ്ങളെ മറക്കാത്ത ദൈവമാണ്. ഞങ്ങൾക്ക് നിൻ്റെ സാന്നിധ്യം വേണം, ആ കൃപ വേണം കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങണം. സന്തോഷത്തോടെ ഉണർന്ന കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കുമാറാകണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് ചേർത്ത് വയ്ക്കുക കർത്താവേ. ദൈവമായ കർത്താവേ, രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും കർത്താവിൻ്റെ രക്തക്കാട്ടുകളെയും മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനവും പരിസരവും അതിരുവരമ്പും വസ്തുവകയും സർവ്വസമ്പത്തും ഗേറ്റും അതിലും കട്ടിടക്കാല കുറുമ്പടി അടിയങ്ങളുടെ മേലെല്ലാം എൻ്റെ യേശുപ്പച്ചൻ്റെ രക്തം മുദ്രയിട്ടിരിക്കാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമൂഹാരൻ കടന്നു വരാതെ ഞങ്ങളുടെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണം. ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെയും ചേർത്ത് വയ്ക്കുന്നു. ഉള്ളതുപോലെ എല്ലാവരെയും കാണുന്ന എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ദിനംതോറും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും, അവരുടെ ഭവനത്തിൻ്റെ മേലും, അവരുടെ ആവശ്യങ്ങളുടെ മേലും സ്വർഗ്ഗം മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, അത് നിശ്ചയമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തൻ്റെ മക്കൾക്കും അത് അനുഭവമാകുവാൻ കൃപ ചെയ്യണമേ കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.